നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നിങ്ങളോട് പറയാൻ ഒരു സന്ദേശം ദൈവം എന്നെ ഫലമേൽപ്പിച്ചിട്ടുണ്ട്. ശാന്തമായ അന്തരീക്ഷത്തിൽ ആ സന്ദേശം നിങ്ങളുമായിട്ട് കൈമാറാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. വിശുദ്ധ ബൈബിൾ നമുക്ക് തുറക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വചനം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നമുക്ക് വളരെ പരിചിതമായ ഒരു തിരുവെഴുത്താണ് നമ്മൾ വായിച്ചു കേട്ടത്. നമുക്കെല്ലാം അറിയാം. ദൈവത്തിന് സ്തോത്രം. യഹൂദ രാജ്യം ബാബിലോണിന്റെ കീഴിൽ ഒതുങ്ങിപ്പോയി. അവരെ ബന്ധികളായി ബാബിലോണിലേക്ക് കുറച്ചുപേരെ പിടിച്ചുകൊണ്ടുപോയി. ജനങ്ങൾ വലിയ ദുഃഖത്തിലും ആശങ്കയിലും ആയി തീർന്നു. അവര് ദൈവത്തിന് സ്തോത്രം ദൈവം ഉപേക്ഷിച്ചു പോയി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ യിരെമ്യാവ് എന്ന് പറഞ്ഞ പ്രവാചകനെ അവിടെ എഴുന്നേൽപ്പിച്ചിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങളെക്കുറിച്ച് ദൈവം നിരൂപിക്കുന്ന നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്. ചില മനുഷ്യ മനസ്സുകളിൽ ഉള്ള ഒരു പ്രശ്നമാണ് സ്തോത്രം, എനിക്കൊരു ശുഭഭാവി ഉണ്ടോ എന്നൊരു ചോദ്യം. പല ചോദ്യത്തിനും വ്യക്തതയുള്ള മറുപടി ഇന്ന് തിരുവചന വെളിച്ചത്തിലൂടെ തരുവാൻ പോകുകയാണ്. അടുത്തിരിക്കുന്ന ആളെ നോക്കി ഒന്ന് കൈ കൊടുത്തേച്ച് ഒന്ന് സന്തോഷത്തോടെ പറ, നമുക്കൊരു ശുഭഭാവി ഉണ്ടെന്ന് പറ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. എന്തുണ്ട്? ശുഭഭാവിയുണ്ട്. ഒരാമയും പറയണം. വിശ്വാസ കണ്ണാല് പലതും നിങ്ങൾ കാണണം. ഒരാള് ഒരു വീട് പണിയുമ്പോൾ ആ വീട് പണിയുന്നതിന് മുമ്പ് ആ വീടിനൊരു പ്ലാൻ വരയ്ക്കും. എന്നിട്ട് അതിന് ഒരു ബ്ലൂ പ്രിന്റ് എടുത്ത് കൈവെക്കും. ഇതുപോലെ ദൈവം ചെയ്യാൻ പോകുന്നതിന് ഒരു ബ്ലൂ പ്രിന്റ് നിന്റെ ഉപബോധ മനസ്സിനകത്ത് നീ ഉണ്ടാക്കിയിടണം. കർത്താവ് ഈ ദിവസങ്ങളിൽ എന്തൊക്കെയോ നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. ഞാൻ ഈ വചനത്തിലോട്ട് നിങ്ങളുടെ ശ്രദ്ധയെന്ന് കൊണ്ടുവരാം. അമ്മി, എല്ലാം തകർന്നു പോയ ജനതയോട് പ്രവാചകൻ പ്രവചിക്കുക, പേടിക്കേണ്ട, നിങ്ങൾക്കൊരു ശുഭഭാവിയുണ്ട്. 3 വാക്യങ്ങളെ ആധാരമാക്കിയാണ് ഇന്ന് ശുശ്രൂഷിക്കാൻ പോകുന്നത്. അമ്മി, 1-ാമത്തെ വാക്യം ഞാൻ ആ വാക്യം ഇപ്പോൾ വായിപ്പിക്കുന്നില്ല, പിന്നീട് വായിച്ചോളാം. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെ, നിനക്ക് ഒരു ശുഭകാലം വരാൻ പോകുന്നു. ഇപ്പൊ യിരെമ്യാവ് 21:11 വായിച്ചു, നിനക്കൊരു ശുഭഭാവി വരാൻ പോകുന്നു. സ്തോത്രം. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 21-ാം വാക്യം, നിനക്കൊരു ശുഭയാത്ര വരാൻ പോകുന്നു. 3 കാര്യങ്ങളാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. 1, നിനക്ക് ഒരു ശുഭകാലം വരും. 2, നിനക്ക് ഒരു ശുഭഭാവി വരും. 3, നിനക്കൊരു ശുഭയാത്ര വരും. ഈ 3 വചനങ്ങളെ ആധാരമാക്കിയാണ് ഇന്ന് ശുശ്രൂഷിക്കാനായിട്ട് പോകുന്നത്. അമ്മി, 1-ാമത്തെ ഭാഗത്തേക്ക് നമുക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. അമ്മി, ഈ സഭാപ്രസംഗിയുടെ പുസ്തകത്തിലെ ആദ്യത്തെ ഭാഗം, നിനക്കൊരു ശുഭകാലം വരും. എന്തുവാ? ഒന്ന് പറഞ്ഞേ, എന്ന് പറയും. എനിക്കൊരു ശുഭകാലം. ശുഭം എന്ന് പറഞ്ഞാൽ ഇത് നല്ലത്. എനിക്കൊരു നല്ല കാലം വരും. ഈ സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ അമ്മി ആ എഴുത്തുകാരൻ എഴുതുകയാ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിനുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. സ്തോത്രം. ഈ ബൈബിളില് നമുക്ക് പഠിക്കാൻ പറ്റിയ കുറെ കാലങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ വാക്യം വായിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു പോകാം. അത്യാവശ്യമുള്ള ചില കാലങ്ങൾ റെഫറൻസ് നോട്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ വാക്യം കൂടെ പറഞ്ഞേക്കാം, വീട്ടിൽ ചെന്ന് വായിച്ചോ. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 20-ാം വാക്യം, അവിടെ ദുഃഖകാലത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. എന്തോ കാലമാ? ദുഃഖകാലം.
20-ാം സങ്കീർത്തനം 1-ാം വാക്യം അവിടെ കഷ്ടകാലത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. എന്തോ കാലമാ? കഷ്ടകാലം. 37-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യം അത് ദുഷ്കാലത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. എന്ത് കാലമാ? ദുഷ്കാലം. ലൂക്കോസ് വിശേഷം 21:20 അത് ശൂന്യകാലത്തെ പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹോശേയ പ്രവചനം 9:7 സന്ദർശനകാലം. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 7:17 ഇനി നല്ല കാലം കേട്ടോ. ആമേൻ. വാഗ്ദത്തകാലം. സ്തോത്രം. യിരെമ്യാവ് 33:14 നല്ല വചനം നിവർത്തിക്കുന്ന കാലം. യിരെമ്യാവ് 29:11 നമ്മൾ മുമ്പേ വായിച്ച ശുഭകാലം. യെശയ്യാ 9:3 കൊയ്ത്തുകാലം. ഞാൻ ഇത്രയും കാലങ്ങൾ എന്തിനാ വായിച്ചതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടിട്ടില്ല. ഇനി ഒരു വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാലങ്ങളെ എന്തിനാണ് വായിച്ചതെന്ന് പിടികിട്ടും. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലോട്ടൊന്ന് വരാം. ചിലര് വർഷങ്ങളായിട്ട് ഒരു ദുഃഖകാലത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ചിലര് വലിയ കഷ്ടകാലത്തിലൂടെ വർഷങ്ങളായി കടന്നു പോകുകയാണ്. ചിലര് ദുഷ്കാലത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എന്നും ശൂന്യത, ഈ ശൂന്യകാലം മാറുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ചിലർ സന്ദർശന കാലത്തിലാണ്, ചിലർ വാഗ്ദത്ത കാലത്തിലാണ്, ചിലർ നല്ല വചനം നിവർത്തിക്കപ്പെടുന്ന കാലത്തിലാണ്, ചിലർ ശുഭകാലത്തിലാണ്, ചിലർ കൊയ്ത്തുകാലത്തിലേക്ക് എത്താൻ പോവുക. ഇനി ഒരു വാക്യം നിങ്ങൾ വായിക്കണം. കർത്താവിന് സ്തോത്രം. ആ വാക്യം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു വേണേലും പോകാം. 2-ാം അധ്യായം 21-ാമത്തെ വാക്യമാ. അതൊന്ന് വായിക്കണമെന്നാണ് കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ എനിക്ക് പറയാനുള്ളത്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം ദൈവത്തിന് സ്തോത്രം 21-ാമത്തെ വാക്യം. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത ഒരുവന്റെ കാലങ്ങളെയും സമയങ്ങളെ മാറ്റാൻ എന്റെ കർത്താവിന് കഴിയും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. എന്ന് പറഞ്ഞ കഷ്ടകാലത്തിൽ കിടക്കുന്ന നിന്നെ വാഗ്ദത്ത കാലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്ന് പറഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാത്ത രീതിയിൽ ഒതുങ്ങിപ്പോയ ചിലരെ ഒരു നല്ല കാലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ, ഒരു ശുഭകാലത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ബന്ധപ്പെടുക. ഞാൻ ഒരിക്കല് ഒരു വീട്ട് സന്ദർശിച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാര് എന്നെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചതാ. അപ്പൊ ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. വളരെ നല്ല കുടുംബം, ഹസ്ബൻഡ്, വൈഫ്, 3 മക്കള്. അങ്ങനെ ഓർത്തിരിക്കാൻ കാര്യം മൂത്ത മകൻ ഡോക്ടറാ. ഹല്ലേലൂയ, നല്ല കുടുംബം. അവര് പ്രാർത്ഥിച്ചിറങ്ങിയപ്പോ എന്നോട് പറഞ്ഞു, എന്റെ സഹോദരൻ തൊട്ടടുത്ത് ആ വീട് വെച്ചേക്കുക, ഒരു മതിലേ ഉള്ളൂ, 1 മിനിറ്റ് മതി, ഒന്ന് കയറി പ്രാർത്ഥിക്കാമോ? പുള്ളിക്ക് പ്രാർത്ഥനയൊന്നും ചിലപ്പം വലിയ ഇഷ്ടമില്ലാത്ത ആളായിരിക്കും, എന്നാലും നമ്മൾ ചെന്ന് പ്രാർത്ഥിച്ചാൽ ഒന്നും പറയത്തില്ല. അങ്ങനെ എന്നെ വലിച്ചോണ്ട് അവരവിടെ ചെന്നു. വലിച്ചോണ്ടെന്ന് പറഞ്ഞാൽ കയ്യെ പിടിച്ചോണ്ട് പോയി. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ ഞാൻ പറഞ്ഞു, ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ. പുള്ളി പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ഞാൻ ചോദിച്ചു, എന്നാ? ഞാൻ രക്ഷപ്പെടുക. അയ്യോ, ഞാൻ പുള്ളി നിന്ന് സംസാരിക്കാം, പിന്നെ ഇരുന്ന് സംസാരിച്ചു 2.5 മണിക്കൂർ അവിടെ ഇരുന്ന് പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ രക്ഷപ്പെടാത്തെ? അതെ ബ്രദറെ, എനിക്ക് ഇന്ന സ്ഥലത്ത് സ്ഥലം ഉണ്ടായിരുന്നു, ഇന്ന സ്ഥലത്ത് സ്ഥലം ഉണ്ടായിരുന്നു, ഇന്ന ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റു. എൻ്റെ മൂത്ത മോൻ മൊത്തം നശിപ്പിച്ചു, ഇളയ മോൻ നശിപ്പിച്ചു. ഞങ്ങള് നോക്കിക്കുന്നിടത്ത് എന്ന് നോക്കിച്ചപ്പം പറഞ്ഞു, നിങ്ങളെല്ലാം ഇങ്ങനെ പലരും ആത്മഹത്യ ചെയ്ത് തീർന്നു പോകുമല്ലാതെ നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. കാരണം നിങ്ങളൊരു കഷ്ടകാലത്തിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കാലങ്ങളെ പൊട്ടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ആ ദൈവത്തെ പരിചയപ്പെടുത്തട്ടെ. അപ്പൊ പുള്ളി ചോദിക്കുക, അപ്പൊ ഞാൻ രക്ഷപ്പെടുമെന്നാണ് ബ്രദർ പറയുന്നത്. 100% രക്ഷപ്പെടും. ഞാനൊരു വെളിപ്പാട് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് വിധി പറഞ്ഞവരോട്, വിധി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരോട് പറയാം, നിന്റെ കാലങ്ങളെ തിരിക്കാൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഞാൻ ആ പുള്ളിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പുള്ളിയുടെ 2 കണ്ണും നിറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കാത്ത പുള്ളി അവിടെ കമണ്ട്. എന്നിട്ട് എന്നോട് പറയാ, പാസ്റ്റർക്ക് അറിയാവോ? ഞാൻ ചോദിച്ചെന്തുവാ? ഞാൻ ഈ മാസം കൂടെ ഉള്ള പൈസ എല്ലാം തീർത്തോണ്ടിരിക്കുക, എന്നിട്ട് അടുത്ത മാസം 1-ാം തീയതി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചേക്കുക. എന്താ കാര്യം? നോക്കിയവര് പറഞ്ഞു, ഈ കഷ്ടകാലം മാറത്തില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ചോദിക്കട്ടെ, ആരേലും നിന്നോട്
ഈ കഷ്ടകാലം മാറത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരിക, കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഓ, മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിങ്ങൾക്കറിയാമോ, ഒരു വീടിനെ ഒരു ബാധ കയറി പിടിച്ചാൽ, ഒരു വീടിനെ അരുതാത്തൊരു രോഗം കയറി പിടിച്ചാൽ, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഇന്ന് വലിയ കൃപയോ ഉള്ളത് കൊണ്ടാണ് ഇവിടെ സന്തോഷത്തോടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയോ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ അമ്മി പോകേണ്ടതായ സാഹചര്യമുണ്ടായി. ആ വീട്ടിലെ പുള്ളിക്കാരത്തേക്ക് ക്യാൻസർ പിടിച്ചിരിക്കുക. ആ പുള്ളിക്കാരന് ദൈവത്തിന്റെ സ്തോത്രം അമ്മി നല്ലൊരു ഉയർന്ന ജോലിയിലാണ്. പക്ഷേ പുള്ളിക്കാരൻ ഇപ്പോൾ 6 മാസമായി ലീവ് എടുത്തിരിക്കുക. എന്നിട്ട് തൻ്റെ ഭാര്യയെ ട്രീറ്റ് ചെയ്യുക. അദ്ദേഹം എന്നോട് പറയുക, ബ്രദറെ, അമ്മി 22 വർഷം ഞാൻ അനുഭവിച്ച കുടുംബജീവിതത്തിന്റെ മുഴുവൻ സന്തോഷവും 6 മാസമായി കെട്ടുപോയി. അവര് ചോദിക്കുക, ഈ കഷ്ടകാലത്ത് നിന്ന് ഞങ്ങൾ പുറത്തു വരുമോ? ചിലരുടെ മനസ്സിന്റെ ചോദ്യം, ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപവസിച്ചു, എന്റെ സന്തതി പുറത്തു വരുമോ? നിങ്ങൾക്കറിയാമോ, എന്റെയൊക്കെ ജീവിതാനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം. അടിക്കടി മരണം എന്റെ കുടുംബത്തെ വേട്ടയാടുക. എന്തോത്തെ തൊട്ടാലും അതിലെല്ലാം നഷ്ടം. നിങ്ങൾക്കറിയാമോ, ഒരു വല്ലാത്ത കാലം വന്ന് കേറിയാൽ നിന്നെ കുടുക്കിക്കളയും. പക്ഷെ പരിശുദ്ധാത്മാവ് പറയാം, നീ പേടിക്കണ്ട, നീ ദൈവത്തിന്റെ അടുക്ക വരുമ്പോൾ കാലങ്ങളെ മാറ്റാൻ കഴിയും. ഓ ഹല്ലേലൂയ! തിരിച്ചറിവുള്ളവർ ദൈവത്തിനോട് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ! ഇന്ന് വചനം കേൾക്കുന്ന ചിലരോട് ജീവിതത്തിൽ ഒരിക്കലും ഈ കഷ്ടകാലം മാറത്തില്ലെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വചനത്തിൽ കൂടെ ഉറപ്പ് തരുക, നിന്റെ കഷ്ടകാലമല്ല, ഗതികേടിന്റെ കാലമല്ല, എല്ലാം തിരിക്കാൻ ദൈവത്തിന് കഴിയും. ഓ ഹല്ലേലൂയ! ഞാൻ ആത്മക്കണ്ണുകളിലൂടെ കാണുകയാണ്, എന്തോ ഒരു കാര്യം നിന്റെ കുടുംബത്തിൽ ഈ ദിവസങ്ങളിൽ നടക്കും, നിന്റെ തലമുറയിൽ ഈ ദിവസങ്ങളിൽ നടക്കും, നിന്റെ സഭയിൽ ഈ ദിവസങ്ങളിൽ നടക്കും, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഈ ദിവസങ്ങളിൽ നടക്കും. ആമി, തടഞ്ഞു വെച്ച വെള്ളമെല്ലാം തള്ളിപ്പോരുന്നത് പോലെ നിന്റെ തടസ്സങ്ങളെ തള്ളി മറിക്കും. ഓ, കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. നോക്കി, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ എന്ത് ചെയ്യുന്നു? അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാം, നിന്റെ വിടുതലിന് എന്തൊക്കെയോ ഒരു ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നടന്നേ പറ്റൂ. നിങ്ങൾ കണ്ടിട്ടോ, ചില മുമ്പ് പാസ്റ്ററിന്റെ കാര്യം ഓർപ്പിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവത്തിന്റെ സ്തോത്രം. ചില കുടുംബങ്ങളിൽ തലമുറയായി ഒരു ശാപം പോലെ ചില കുടുംബങ്ങളിൽ പൈശാചിക ബാധകൾ കിടന്ന് കളിക്കും. എന്നാൽ അത് പൊട്ടണമെങ്കിൽ ഒരു സാധാരണ കവിഞ്ഞൊരു ദൈവ സാന്നിധ്യം ദൈവമക്കളുടെ അകത്ത് വരണം. ഈ 4-4.5 മണിക്കൂർ നിങ്ങളെ ഇരുത്തി പ്രാർത്ഥിപ്പിച്ചത് ഞങ്ങൾക്കും നേരത്തെ എഴുന്നേറ്റ് പോരാ. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയതാ, നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതാ. എന്തിനാണെന്നറിയാമോ? ഇത് ആരെയും കാണിക്കുന്ന ഒരു പ്രയറിനല്ല, മറിച്ച് ഞങ്ങൾക്കറിയാം ഇത് വിടുതലിലെത്തുമെന്ന്. തിരിച്ചറിവുള്ളവർ ദൈവത്തിനോട് സ്തോത്രം ചെയ്താട്ടെ. ഓ ഹല്ലേലൂയ! അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്തേച്ച് പറ, നീ രക്ഷപ്പെടാനുള്ള സമയമായെന്ന് പറ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ! ഞാനിവിടെ വന്ന് നിന്നപ്പോ കേട്ടൊരു ശബ്ദം പറയാം, നിന്റെ സന്തതിയെ കൊണ്ട് അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞ പല വാക്കും ഇന്ന് ക്യാൻസൽ ആവും. നിന്റെ സന്തതിയിലൂടെ തന്നെ നീ അനുഭവിക്കുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവകൃപ വ്യാപരിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഓ യേശുവിൻ, നിന്റെ സന്തതിയുടെ കഴിവുകളെ ബന്ധിച്ച്, ഓർമ്മയെ ബന്ധിച്ച്, ബുദ്ധിയെ ബന്ധിച്ച് അമ്മ പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശക്തികളുമേൽ ഈ പ്രാർത്ഥന വെക്കാനായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഉള്ള കാര്യം മാത്രമല്ല, ചില വർഷങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്തും നിന്റെ കുടുംബത്തിന് ശത്രു വിട്ടേക്കുന്ന പല പദ്ധതിയും ഇന്ന് പൊട്ടും. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നീ സ്വപ്നം കണ്ട പോലെ നിന്റെ സന്തതിയായി തീരും. നീ സ്വപ്നം കണ്ട പോലെ നിന്റെ ഭാവി. ഓ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
പക്ഷെ ഇന്ന് ചില കുടുക്കുകൾ ഇവിടെ പൊട്ടേണ്ട ആവശ്യമുണ്ട്. ചില തടസ്സങ്ങൾ ഇവിടെ അഴിയേണ്ട ആവശ്യമുണ്ട്. ചില ബന്ധനങ്ങൾ ഇവിടെ ഒഴിഞ്ഞു പോകേണ്ട ആവശ്യമുണ്ട്. അത് നടക്കണമെങ്കിൽ ഇന്ന് അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പം പത്രോസിന്റെ 1-ാം ലേഖനത്തില് ദൈവത്തിന് സ്തോത്രം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് നമുക്കൊരു ശുഭകാലം വരാൻ പോകുന്നു. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് പരിശുദ്ധാത്മാവ് ബോധ്യം തരിക. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ. ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ. ആര് ഇച്ഛിക്കണം ശുഭകാലം കാണാൻ? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, ഒരു നല്ല കാലം കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചേ. വചനത്തിലോട്ട് വരാം. ആഗ്രഹമുണ്ടോ? നിങ്ങൾ ടെൻഷൻ എടുക്കണം. നടക്കത്തില്ലെന്ന് പറഞ്ഞതൊക്കെ ഉടനെ നടക്കും. വചനം ഉറപ്പിക്കുക. ഇനിയിപ്പം വലിയൊരു കുഴപ്പമുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഈ സ്തോത്രമൊക്കെ കുറയും. നിങ്ങൾ ശ്രദ്ധിക്കണം. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ. ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും. ഇവിടെ ചില ഏറ്റുപറച്ചിൽ വേണം. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെ ആര് സൂക്ഷിക്കണം? അടുത്തുകൂടെ വായിക്കാം. ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. ആരടക്കണം? അവരവരടക്കണം. ബ്രദറെ, ഞാന് രക്ഷിക്കപ്പെട്ടതാണ്, ഞാന് സ്നാനപ്പെട്ടതാണ്, ഞാനാന്നേ പ്രാർത്ഥനയ്ക്ക് പോകുന്നതാ. എന്റെ കാര്യം ദൈവം ഇറങ്ങി വന്ന് ചെയ്യാവേ. പക്ഷെ നിന്റെ കാര്യം നീ ഒന്ന് ചെയ്യ. അവരവരുടെ നാവിനെ എന്ത് ചെയ്യണം? അടക്കണം. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുക, നാക്ക് നിയന്ത്രണത്തിലാണോന്ന് ചോദിച്ചു. നമുക്കറിയാം ചില എഴുന്നേറ്റ് പോകുന്ന ലക്ഷണമുണ്ട്. നാക്ക് നിങ്ങളുടെ നിയന്ത്രണത്തിലാണോ? ശ്രദ്ധിക്കണം. അതിന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ശുഭകാലം കാണാൻ ഇച്ഛിക്കുന്നവൻ, സ്തോത്രം, മറ്റാർക്കും ദോഷം ചെയ്യരുത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ ചിലരൊക്കെ എന്നോട് പറയുന്നൊരു ഭാഗമുണ്ട്, പാസ്റ്ററെ, ഞങ്ങൾ ആർക്കും ദോഷം ചെയ്തിട്ടില്ല, പക്ഷെ ഞങ്ങളെല്ലാവരും അങ്ങ് ദോഷം ചെയ്യുക. ഞാന് തുടക്കത്തിലേ പറയാം, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾക്ക് ആര് ദോഷം ചെയ്താലും ആ ദോഷം നിങ്ങൾ കേൾക്കുകയല്ല. പക്ഷെ നിങ്ങൾ ആർക്കും എന്ത് ചെയ്യരുത്? ഇന്നൊരു തീരുമാനം എടുക്കുക, ആർക്കും ദോഷം ചെയ്യാതെ ഞാൻ ജീവിക്കും. തീരുമാനം എടുക്കോ? ആർക്കും. അതിന് ഏറ്റവും നല്ല ആയുധം എന്നാന്നറിയോ? മൗനത. എന്തുവാ? മൗനത. വലിയ പ്രയാസമാണ്. പിന്നെ ചിലർ ഒരാഴ്ച മൗനമായിരിക്കും, പിന്നെ 2 മാസം പറയാനുള്ളത് ആ പിറ്റേ ദിവസം ഒന്നിച്ചങ്ങ് പറയും. എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ത് ശാന്തന. എനിക്ക് എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു, ഞാൻ പേരൊന്നും പറയത്തില്ല. അയാളെന്ന് ഭയങ്കര പാവമാണേ. പുള്ളി ഒരു ദിവസം ചൂടായി. എന്നൊക്കെയാ പറഞ്ഞ ആ ഒരു കൊല്ലം പറയേണ്ടത് മുഴുവൻ ആ ഒരു 2 മണിക്കൂർ കൊണ്ട് പറഞ്ഞു. ചിലരിങ്ങനെല്ലാം മൈൻഡ് സ്റ്റോർ ചെയ്തിരിക്കുക, അവസരം കിട്ടുമ്പോൾ അടിച്ചു കളയും. അപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, അവരവരുടെ നാവുകളെ നിയന്ത്രിക്കണം. എത്ര പേര് അതിന് ആമീൻ പറയും? നമ്മൾ ഇച്ചിരി മനസ്സിലാകുന്ന ഭാഷത്തിലോട്ടൊന്ന് വരാം. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ശുഭകാലം പ്രതീക്ഷിക്കുന്നവർ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാം, ഏതൊക്കെയോ കുരുക്കുകൾ ഇന്നത്തെ പ്രാർത്ഥന പൊട്ടാനുണ്ട്. അത് പൊട്ടിയാലേ നിനക്കൊരു നല്ല കാലത്തിലേക്ക് കയറാൻ പറ്റൂ. നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടില്ലേ, എന്തോ ഒരു തടസ്സമുണ്ട്. നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന് എന്തോ ഒരു തടസ്സമുണ്ട്, നിന്റെ കുഞ്ഞിന്റെ കുടുംബജീവിതത്തിന് എന്തോ ഒരു തടസ്സമുണ്ട്. പറഞ്ഞറിയിക്കാൻ നിനക്കറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുക, ജീസസ് അല്പ ദിവസത്തിനകത്ത് ആ തടസ്സം പൊട്ടും. ഇന്ന് പ്രാർത്ഥന, കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ചിലരോട് ഞാൻ പറയാം, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന നിന്റെ തടസ്സങ്ങളെ തൊടണം. പ്രാർത്ഥന നിന്റെ തടസ്സങ്ങളെ തൊടണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്?
എന്നെ ശ്രദ്ധിച്ചിരുന്നാണ്. ഹല്ലേലൂയ. സിസ്റ്ററെ, കർത്താവ് നിങ്ങളുടെ അടുക്കൽ നിന്നോണ്ട് നിങ്ങളോടൊരു കാര്യം പറയും. ലോർഡ്, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ആ കാര്യം ദൈവം ചെയ്യും. ലോർഡ്, നീ ഇപ്പോൾ അസ്വസ്ഥമായിരിക്കുന്ന മേഖലകളെല്ലാം നിനക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. നീ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ സന്തതി എത്തേണ്ട സ്ഥലങ്ങൾ വരെ, ഞാൻ ഒരു വചനം വേദപുസ്തകത്തിൽ നിന്ന് പറയാം. നിനക്ക് സ്ഥലമൊരുക്കാൻ പോകുന്ന യേശു പറഞ്ഞ പോലെ നിന്റെ സന്തതിക്ക് ഇടമൊരുക്കി, സ്ഥലമൊരുക്കി, നിന്റെ സന്തതികളെ മാനിക്കേണ്ട പോലെ മാനിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. നീ അല്പം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അഴിയാത്ത പാരമ്പര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ അഴിയും. ഓ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു വെള്ള പുള്ളിയിട്ട് ഷർട്ടിട്ടൊരു മോനുണ്ട്. അവനെ ഒന്ന് വിളിച്ച് എന്നെ നോക്കാൻ പറഞ്ഞു, ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. ആ മോന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ലോർഡ്, അമ്മയാന്നോ വല്യമ്മയാന്നോ? വല്യമ്മയാ. ജീസസ്. അല്ല, അവിടെ ഇരുന്നാ മതി. വല്യമ്മച്ചി എന്നെ ഒന്ന് നോക്കിക്കേ. ലോർഡ് ജീസസ്. അവന്റെ അമ്മയുടെ ഉദരത്തിൽ അവൻ കിടക്കുമ്പോഴേ ഒരു കറുത്ത കൈ അവനെ പിടിച്ച് ഞെക്കിയിട്ട് അവന്റെ ഓർമ്മയും കഴിവും ബുദ്ധിയെല്ലാം പോയി. ഇന്ന് അവൻ ലോർഡ് ഒരു കഴിവുമില്ലാത്തവനായി കിടക്കുക. നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന ആ പാരമ്പര്യം നീ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് പൊട്ടിക്കിട്ടും. ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടാ പറഞ്ഞത്, എന്തൊക്കെയോ കാര്യങ്ങള് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ വെളിപ്പാടി പറയാൻ, ചിലരുടെ ഭാവി ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വന്നിരിക്കും. ചിലരുടെ ഭാവി ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വന്നിരിക്കും. എത്ര പേർക്ക് അത് വിശ്വാസത്താൽ കാണാൻ പറ്റും? ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ സന്തതി ഇരിക്കുന്ന സ്ഥലത്തു വരെ കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. ആർക്കൊക്കെയോ പുതുവഴികൾ ഓപ്പണായി വരാൻ പോവാ. ബ്ലോക്കായി കിടക്കുന്ന സകല നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എവിടൊക്കെയോ ചില നല്ല കാലം വെളിപ്പെടുന്നത് നീ പറയാൻ പോവാ. ദൈവനെ അനുഗ്രഹിച്ചെന്ന് മറ്റുള്ളവ മുമ്പിൽ പറയത്തക്കവണ്ണം നിനക്കൊരു നല്ല ചില സന്തതികളുടെ മാനസിക സമ്മർദ്ദത്തെ, മെന്റൽ ഡിപ്രഷൻ ഇന്നത്തെ പ്രാർത്ഥന ഞാനിവിടെ കേൾക്കുന്ന ശബ്ദം സന്തതിയെ കൊണ്ട് അനുഭവിക്കത്തില്ലെന്ന് ചിലര് പ്രാഗിയ പ്രാക്കുകൾ വരെ ഇന്നത്തെ പ്രാർത്ഥന പൊട്ടും. നിന്റെ സന്തതിയെ കൊണ്ട് തന്നെ യേശുവേ. പരിശുദ്ധാത്മാവ് ഇവിടെ പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ്, ദൈവാത്മാവേ, ഇതിനകത്തൊന്ന് ചലിച്ചാട്ട്. ദൈവാത്മാവേ, വ്യക്തികളെ പരിശുദ്ധാത്മാവ് തൊടുക. ഞാൻ വീണ്ടും പറയുന്നു, നിന്റെ കാലങ്ങളെ ദൈവം മാറ്റാൻ പോവാ. നിന്റെ കഷ്ടം എവിടൊക്കെയോ കുടുംബങ്ങളെ തകർക്കുന്ന ദുരാത്മതലങ്ങള് ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവാത്മാവേ, ദൈവാത്മാവേ, അങ്ങേ ആരാധിക്കും. ഓ ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. ഞാൻ ഈ പാട്ടിന്റെ ലൈൻ തന്നെ പാടാൻ പോവാ. ഞാനൊരു വെളിപ്പാട് കണ്ടോണ്ട് നിൽക്കുക. യേശുക്രിസ്തു അല്ലാതെ വേറെ ശക്തികൾക്ക് സന്തതികളെ അടിമ വെച്ചത് നിമിത്തം സന്തതിയുടെ മേൽ കിടക്കുന്ന ചില ശാപങ്ങൾ ഇന്ന് പൊട്ടാൻ പോവാ.
അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കണം. നിന്റെ വീട്ടിൽ ആരെയെങ്കിലും, നിന്റെ സന്തതികളിൽ ഏതിനെയെങ്കിലും അടിമ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഈ പാട്ട് പാടുമ്പോൾ ഒരു പ്രാർത്ഥന നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ സന്തതികളെ ചിലതിനെ അടിമ വെച്ചെങ്കിൽ ഇന്നത് എനിക്കറിയാം. ഇതിനകത്ത് ദൈവത്തിന് സ്തോത്രം 43 പേരിരിപ്പുണ്ട്. ഇപ്പൊ നോക്കി ഓരോരുത്തരും എണ്ണി നോക്കിയാൽ 43 അല്ലാതെ 44 കാണുകയില്ല. 43 മക്കളെ, കൊച്ചുമക്കളെ അറിവില്ലായ്മയിൽ അടിമ വെച്ചത് നിമിത്തം സന്തതിയുടെ ഭാവി ബന്ധിക്കപ്പെട്ടെങ്കിൽ ഇന്ന് ആ ശാപത്തിന്റെ കുരുക്ക് ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. ഓ ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. ദൈവാത്മാവേ, ദൈവാത്മാവേ, എഴുന്നേറ്റ് നിൽക്കുന്നവർ യേശുവിനെ ഏറ്റുപറ. അറിവില്ലായ്മ ചെയ്തു പോയാൽ ക്ഷമിക്കണ യേശുവേ. ദൈവാത്മാവേ, അങ്ങേ ആരാധിക്കും. ദൈവാത്മാവേ, 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 Yes. ദൈവാത്മാവേ, അങ്ങേ ആരാധിക്കും. ഇനി 3 പേരോട് എഴുന്നേൽക്കാനുണ്ട്. അതുകൊണ്ടാ പാടിക്കൊണ്ടിരിക്കുന്നത്. Holy, യേശുവിന്റെ നാമത്തില് ഇപ്പൊ ചിലത് അഴിയും. are you, Oh, push. Lord ആ God, ദുഷ്ടശക്തി, ആ കൊച്ചിന്റെ അകത്തുനിന്ന് Yes. അഴിഞ്ഞു പോ. അഴിഞ്ഞു. Holy, Come on. are you, Lord God, യേശുവിന്റെ നാമം. Oh, mighty. come on. അഴിഞ്ഞു പോകട്ടെ. Holy, അവിടെ അശുദ്ധാത്മാവ്. ദൈവദാസന്മാർ, please. holy,
ഇന്ന് ഞങ്ങൾ ബന്ധിക്കുക. നിനക്കറിയാം എന്തോ ഒരു കാരണമുണ്ട് ഇന്നത് പൊട്ടും. ഓ ദൈവശക്തി, ദൈവശക്തി. Yes, Holy Spirit. Yes, yes. ചിലവർക്ക് യമാനുണ്ട്, ചിലരുടെ ദേഹത്ത് പിശാചുണ്ട്. അതിന്ന് വെളിയിൽ പോണം. ഇന്ന് വിടുവന അവിടെ ദൈവശക്തി, ദൈവശക്തി, ദൈവശക്തി. ഒരു തീ ഇറങ്ങട്ടെ നിന്റെ വീടിനെ ഗതികേടിലാക്കിയ ആ കെട്ട്. കഷ്ടകാലങ്ങൾ മാറുന്നു, ഗതികേടുകൾ. വലിയ വിടുതല് നിന്റെ കൂടാരം മുഴുവൻ വ്യാപരിക്കുക. നീ എന്ത് കൊതിച്ചു വന്നോ അതിന്മേൽ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. തീർത്ത് കളയാൻ ഇട്ട പാൻ ഇന്ന് പൊട്ടുന്നു. നിന്റെ കുടുംബത്തിൽ വാക്തത്വമുണ്ട്, സന്തതിക്ക് വാക്തത്വം. അഴിഞ്ഞു പോകട്ടെ, അഴിഞ്ഞു പോകട്ടെ. സകല അന്ധകാര വലയങ്ങളും കെട്ടുപൊട്ടട്ടെ, 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 കെട്ടുപൊട്ടട്ടെ. യെസ്, ആ ബന്ധനം അഴിഞ്ഞു പോകട്ടെ. യെസ്, ദൈവത്തിന്റെ ശക്തി. വലിയ അനുഗ്രഹം വെയിറ്റ് ചെയ്യുന്നു. ആ തടസ്സം. യെസ്, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാട്ട്. പ്രാർത്ഥിക്കാൻ പോവാ, എന്നിട്ട് വചനം തുടരാൻ പോവാ. ആർക്കും നിന്നെ അടിമയായി വെച്ചോ, ആ അടിമയായി വെച്ച പോര് എന്നോട് ദൈവാത്മാവ് ഒരു മിന്നല് പോലെ ഇതിനകത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇന്ന് അതിനെ നിന്നെ തമ്മിൽ ദൈവം രണ്ടാക്കും. യേശുവിന്റെ നാമത്തില് സ്വർഗസ്ഥനായ പിതാവേ, തിരിച്ചറിവില്ലാത്ത കാലങ്ങളിൽ അറിവുണ്ടായിട്ടും ചിലതിനൊക്കെ അടിമ വെച്ച ആ പൈശാചിക പോരാട്ടത്തെ ഇന്നത്തെ ആരാധനയെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുക. ഈ തലമുറ വിടുവിക്കപ്പെടട്ടെ, ഈ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ, ഈ തലമുറ അഭിഷേകം കൈമാറട്ടെ, ഈ തലമുറ ദൈവകൃപ ജ്വലിപ്പിക്കട്ടെ, ഈ തലമുറ അനുഗ്രഹങ്ങൾ കൈകാര്യം ചെയ്യട്ടെ. ദയവായി ഇരുന്നാട്ട്. വചനം മറക്കരുത്. കാലങ്ങളെ ദൈവം എന്ത് ചെയ്യാൻ പോവാ? തിരിക്കാൻ പോവാ. കാലങ്ങളെ ദൈവം തിരിക്കാൻ പോവാ. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞ കഷ്ടകാലത്തിൽ നിന്ന് നിന്നെ
ഒരു നല്ല കാലത്തിലേക്ക് ദൈവം കൊണ്ടുവരിക. സ്തോത്രം, ഹല്ലേലൂയ. ഒരു വാക്യം ബൈബിളിൽ നിന്ന് വായിക്കണം. അതേലാണ് ഇന്ന് ദൂത് തുടങ്ങാൻ പോകുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ, സുനിബ്രദറിന്റെ അടുക്കൽ ഇരിക്കുന്ന ആ ബ്രദറിന്റെ അടുക്കല് ഞാൻ അവിടെ വന്ന് അവന്റെ തലേ കഴിയും. യേശു വൈശാഖ വർഷം അവന്റെ അവിടെ വരെ പോകാട്ടെ. ഹല്ലേലൂയ. യേശു നിന്റെ അടുക്കൽ വന്ന് ഇപ്പോഴും നിൽക്കുക. നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാനുണ്ട്. ആ പ്ലാൻ നിറവേറും. ലോർഡ്, നിന്റെ ഉള്ളം ദൈവത്തിന്റെ മുമ്പിൽ പകർന്നുകൊണ്ടിരിക്കുക. ആ ദൈവ സാന്നിധ്യം മഴ പോലെ പെയ്തിറങ്ങട്ടെ. ലോർഡ്, അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് ഞാൻ ദൂതിലോട്ടൊന്ന് വരട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് വലിയ കാര്യം നമുക്ക് വേണ്ടി ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. ഞാൻ സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം ബൈബിളുള്ള എല്ലാവരും ഒന്ന് എടുക്കണം. അവിടെ നിന്നുകൊണ്ടാണ് ഇന്ന് ദൂത് പറയാനായിട്ട് പോകുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ. മനുഷ്യൻ തന്റെ കാലം തന്റെ കാലം അറിയുന്നില്ലല്ലോ. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെ പോലെ, വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെ പോലെ, കെണിയിൽ അകപ്പെടുന്ന പക്ഷികളെ പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കെണിയിൽ കുടുങ്ങിപ്പോകുന്നു. മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്തിന്റെ കെണിയിൽ കുടുങ്ങിപ്പോകും. അതാ ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ഉള്ളിലൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് എന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടുന്നില്ല? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഇന്ന് വെളിപ്പെടുന്ന ദൂത് കറക്റ്റായിട്ട് നീ സ്വീകരിച്ചാൽ അതിന്റെ റിസൾട്ട് നിന്റെ വീട്ടിൽ ലൈവായിട്ട് നിനക്ക് നോക്കി കാണാം. ഗ്ലോറി ടു ഗോഡ്. അപ്പൊ ഇവിടെ വായിക്കുകയാണ്, വല്ലാത്ത വലയിൽ അകപ്പെട്ട മത്സ്യം പോലെ, കെണിയിൽ അകപ്പെട്ടൊരു പക്ഷിയെ പോലെ നിന്റെ കുഞ്ഞിന്റെ ഭാവി കുടുങ്ങിക്കിടക്കുക. സ്തോത്രം. ഞാനിപ്പോ പറയുമ്പം കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലും ബോധ്യമുണ്ടാവും. സ്തോത്രം. കുറെ വർഷം പുറകിലോട്ടൊന്ന് ചിന്തിച്ചേ. നീ കുടുങ്ങിയതല്ല, നിന്നെ ഏതോ ഒരു സ്പിരിറ്റ് കുടിക്കതാ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ഞാൻ ഒരിക്കല് ലോർഡ് ഒരു വീട്ടിൽ പോയപ്പോ ആ വീട്ടിലെ ഹസ്ബൻഡും വൈഫും ഉണ്ട്. 2 കുഞ്ഞുങ്ങളുണ്ട്. ആ 2 കുഞ്ഞുങ്ങളും ഒത്തിരി അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഫുള്ള് ബെഡല്ല. എവിടെയെങ്കിലും പോണേ അവരെ എടുത്ത് തോളയിട്ടോണ്ട് പോകണം. ഇപ്പൊ അവരെ തോളയിടാൻ കഴിയുന്നതിനെക്കാട്ടി വെയിറ്റ് ഒക്കെ ആയി അവർക്ക്. അപ്പോ ആ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ വല്യപ്പനും എൻ്റെ വല്യപ്പന്റെ ഒക്കെ പിള്ളേർക്ക് ഇങ്ങനെ ഉണ്ട്. പക്ഷെ എല്ലാം ഒരു 16-17 വയസ്സൊക്കെ ആകുമ്പോൾ മരിച്ചു പോകും. പക്ഷെ ഈ പിള്ളേർ ഇത്രയും കഴിഞ്ഞിട്ടും മരിക്കുന്നില്ല. അത് വലിയൊരു കഷ്ടാവസ്ഥയാ. ഒരു മനുഷ്യൻ നടത്തുന്ന എല്ലാ സുകൃത്യങ്ങളും ഒരു ബെഡിലാണ്. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ദൈവ സ്വപ്നത്തിൽ എന്നോട് വന്ന് പറഞ്ഞതാ, ഈ വിവാഹം നീ നടത്തരുത്. പക്ഷെ ഏതോ ഒരു സ്പിരിറ്റ് എന്നെ വന്ന് വലിച്ചുകൊണ്ട് പോയി കല്യാണം നടത്തി. എന്റെ ഒരു ജന്മം, ആ സ്ത്രീ എന്നോട് പറയുക, 20 വർഷത്തിലധികമായി ഞാനൊരു തുണിക്കടയിൽ പോയിട്ട്, ഒരു ചായക്കടയിൽ പോയിട്ട്, ഒരു കാറിൽ കയറിയിട്ട് എന്റെ ലൈഫ് ഇതുപോലെ ബന്ധിക്കപ്പെട്ടു പോയല്ലോ. ഞാൻ എന്തിനാ ചില കാര്യങ്ങൾ ഇവിടെ തുറന്നു പറയുന്നേ? സ്തോത്രം. വല്ലാത്ത വലയിൽ അകപ്പെട്ട മത്സ്യം പോലെ. ലോർഡ്, ഞാൻ മുമ്പേ പറഞ്ഞു വന്നല്ലോ, എന്റെ സാക്ഷ്യം, എന്റെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ മരണങ്ങളും അനർത്ഥങ്ങളുമാണ്. ഒരിക്കലും രക്ഷപ്പെടുമെന്ന് വിചാരിച്ചല്ല, പക്ഷെ എന്റെ ലൈഫിന്റെ കാലത്തെ ദൈവം മാറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ആ പ്രോബ്ലം ഉള്ള ഒരാളുടെ കാര്യം കേട്ടാൽ ദിവസങ്ങൾ, മാസങ്ങൾ, മണിക്കൂറുകൾ എടുത്ത് ഞങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
പ്രാർത്ഥിക്കുമ്പോ ഒരു കാര്യം ഓർക്കണം. നിങ്ങൾക്കറിയാമോ, എപ്പോഴും നിനക്ക് വിടുതൽ കിട്ടരുതെന്ന പിശാചിന്റെ തന്ത്രം. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നിന്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത ദുർചിന്തയൊക്കെ കൊണ്ടുവരും. പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്യണം. നോക്കി, ഒരു കനാന്യ സ്ത്രീ കർത്താവിന്റെ അടുക്ക് ചെന്നപ്പോഴേ അവള് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോ വിടുതൽ കിട്ടിയില്ല. കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നമ്മൾ അന്നേരം കാറിന്റെ ഡോറ് അടച്ച് വീട്ടിൽ പോയതിന്. പിന്നെ അവിടെ ഒരു ഗേമ, ഞാൻ മണിക്കൂറുകൾ നോക്കി നിൽക്കുക കാണാനായിട്ട്, എനിക്ക് സൗകര്യമില്ലേ, എന്നാ നീ അങ്ങനെ പോയി അനുഭവിച്ചോ. ആ സ്ത്രീ പറയുക, സോദരം, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് മുഖത്തിൽ യേശു പറഞ്ഞപ്പോ, അവിടെ മക്കളുടെ അപ്പം എടുത്ത് ആർക്ക് കൊടുക്കുമ്പോളാ? നായ്ക്കുട്ടികൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ അവള് പറയുകയാണ്, നായ്ക്കുട്ടിക്ക് ഒരു റൈറ്റ് ഉണ്ട്. എന്താണെന്നറിയാം? ഉടയവന്റെ മേശയിൽ നിന്ന് അപ്പം നുറുക്ക് എന്റെയാ. അവക്ക് യേശു പറഞ്ഞ ആദ്യത്തെ വാക്കല്ല വിഷയം, അവള് പ്രാപിച്ചേ പോകും. എടാ, വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ പ്രാർത്ഥനയോട് 100% നീ സഹകരിക്കണം. ഇന്നിവിടെ വന്ന് നിങ്ങളെ എല്ലാം വിളിച്ചു കൂട്ടി ഒരു നിയോഗത്തിൽ ഇരുത്തിയിരിക്കുന്നത് നിങ്ങളുടെ 100% സഹകരിച്ചാൽ, ഞാൻ സത്യം പറയാം, ഗതികേടിന്റെ അങ്ങേ അറ്റത്ത് കിടന്ന എന്നെ ദൈവം ഇത്ര അനുഗ്രഹിച്ചെങ്കിൽ ഞാൻ സാക്ഷിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. എന്റെ പ്രസംഗം കേട്ടുള്ളവരാ നിങ്ങള്. മിക്ക ദിവസം കേൾക്കുന്നവരെ ഞാൻ ഇങ്ങനൊന്നും പറയാറില്ല, പക്ഷെ ഇന്ന് ഇത് പറയണം. ഈ ദൂതിനോട് ബന്ധപ്പെട്ട് എന്നോട് ദൈവാത്മാവരെ കാലങ്ങളെ തിരിക്കാൻ അധികാരമുള്ളവൻ ഇവിടെ ഉണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് നിന്റെ കഷ്ടകാലത്തിന് അറുതി വരുത്തി, നിന്റെ ശൂന്യതയുടെ കാലത്തിന് അറുതി വരുത്തി നിനക്കൊരു വാഗ്ദത്ത കാലം, വചന നിവർത്തിയുടെ കാലം, കൊയ്ത്തിന്റെ കാലം, ശുഭതയുടെ കാലം. സ്തോത്രം. അപ്പൊ നിങ്ങൾ തിരിഞ്ഞു ചിന്തിച്ചു നോക്കണം. എത്രയോ മനുഷ്യർ, ഞാൻ ഒരിക്കല് ഒരു വീട്ടിൽ ചെന്ന് ഹസ്ബൻഡും വൈഫും 2 ആൺപിള്ളാരാ, നല്ല പിള്ളാരാ, പക്ഷെ 2 പേർക്ക് മാനസികരോ. ആ അമ്മച്ചിക്ക് എനിക്ക് തോന്നുന്നു 72 വയസ്സുണ്ട്. ഈ മനസ്സിരോഗ്യ മൂത്ത മോന് 45 വയസ്സുണ്ട്, ഇളയ മോന് 43 വയസ്സുണ്ട്. ആ അമ്മ എന്നോട് പറയാ, പക്ഷേ ഇവന്മാരുടെ കയ്യെ പിടിച്ചു ഇവന്മാരെ വലിച്ചെഴുന്നേപ്പിച്ചും ഇവന്മാർക്ക് ആഹാരം കൊടുത്തും ഞാൻ കുഴഞ്ഞു. അവരെന്നോട് ചോദിക്കുക, ലോർഡ്, എന്റെ മക്കളെ ആര് കെട്ടും? അവര് ചോദിക്കുക. ഞാനും അപ്പച്ചനും ഉടനെ മരിക്കത്തില്ലേ? അപ്പച്ചൻ അന്ന് എഴുന്നേറ്റെടുക്കാൻ വയ്യ, ഞങ്ങൾക്ക് എന്താ ഇത് വന്നേ? ഞാൻ അവരോട് ദാനിയേൽ പ്രവചനത്തിലെ വാക്യങ്ങൾ പറഞ്ഞു. കാലങ്ങളെ തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ. ഇഷ്ടം പോലെ സ്വത്തുണ്ട്, ആരനുഭവിക്കും? ഞാൻ ആ വീട്ടിൽ പല ആവർത്തി പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാൻ വയ്യാത്തോണ്ടാ ഞങ്ങള് ഈ സാക്ഷ്യം പറഞ്ഞതിന് ഞങ്ങൾ പോകുന്ന മിക്ക വീട്ടിലും ഇതൊക്കെ തന്നെയാണ്. സ്തോത്രം. ഞങ്ങളെ കൊണ്ടുപോകുന്ന മിക്ക വീട്ടിലും ഞങ്ങളോട് സംസാരിക്കാൻ വരുന്ന മിക്കരുടെ പ്രശ്നം ഇതാ. നിങ്ങൾക്കറിയാം, ഒരു നല്ല ദൈവദാസനാണെങ്കിൽ അവൻ രാവിലെ തൊട്ട് രാത്രി വരെ കേൾക്കുന്നത് മുഴുവൻ പ്രശ്നങ്ങളാണ്. രാവിലെ ഒരു ഫോൺ എടുക്കുമ്പോൾ തൊട്ട് രാത്രി ഫോൺ, ഞാൻ 10 മണി കഴിയുമ്പോൾ എന്റെ ഫോൺ ഓഫ് ചെയ്യും, ബെൽ ഓഫ് ചെയ്യും. കാരണം അല്ലേ രാത്രി മുഴുവൻ വിളിച്ചോണ്ടിരിക്കും. കാരണം എന്റെ പ്രയറും ഭജനധ്യാനം ഒന്നും നടക്കത്തില്ല. പക്ഷെ രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ 3 ഫോൺ ഉപയോഗിക്കുന്ന ആളാ. ഈ 3 ഫോണിൽ നിന്നും മിനിമം ഒരു 200 കോൾ വെച്ചെങ്കിലും ഒരു ഫോണേ വരും. അത്രയും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 100-150 കോളിലും എടുക്കും. ഓഫീസിലുള്ള 10-45 ഫോൺ കണക്ഷൻ പല ഓഫീസുകളിലുണ്ട്. ഇവരെല്ലാം എടുക്കുക. ഇവരെല്ലാം രാവിലെ തൊട്ട് വൈകിട്ട് വരെ കേൾക്കുന്നത് പ്രോബ്ലം മാത്രം. ഇനി വിശ്വാസിക്ക് ഒരു കുഴപ്പമുണ്ട്, പ്രോബ്ലം ഉള്ളപ്പോൾ വിളിക്കും, പ്രോബ്ലം പരിഹരിച്ചാൽ പരിഹരിച്ചത് പോലും പറയത്തില്ല. 45 വയസ്സുള്ള ഒരു മോന് കല്യാണം കഴിക്കാതെ എന്നെ ഡെയിലി വിളിച്ച് പ്രാർത്ഥനയായിരുന്നു. കഴിഞ്ഞ 3 മാസമായിട്ട് ഒരനക്കവും ഇല്ലാതെ. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ വന്നേക്കുന്നു, കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എന്താ ഇവിടെ പറയാൻ പോന്നേ? നിങ്ങൾ വിളിക്കണമെന്നൊന്നുമല്ല പറഞ്ഞു വരുന്നതിന്റെ സാരം. ഞങ്ങൾ എന്നും കേൾക്കുന്ന പ്രോബ്ലമാ. പക്ഷേ ആ പ്രോബ്ലത്തിനകത്ത് ഒരു 45-50% ആൾക്കാർക്ക് ഒരു പ്രാർത്ഥന തന്നെ വിടുതൽ കിട്ടും. ഓ ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ട് എത്രയോ പേരുടെ കാലങ്ങൾ തിരിയുന്നത്. എനിക്കെന്തോ അങ്ങനെ ഒരു ഫീലാ ഹോളി സ്പിരിറ്റ് തരുന്നേ.
ഈ പ്രാർത്ഥന നിന്റെ ഗതികേട് പൊട്ടാൻ പോവാ, നിന്റെ കഷ്ടകാലം മാറാൻ പോവാ, നിന്റെ കുടുംബത്തിൽ. ഞാന് സ്തോത്രം, ഈ 45 വയസ്സുള്ള മോന് ശരിക്കും മെന്റലാ. കണ്ടാ സുന്ദരനാ, ചിരിച്ചോണ്ടിരിക്കും, കരഞ്ഞോണ്ടിരിക്കും, ഇടയ്ക്ക് തന്റെ കൈ തന്നെ പിടിച്ച് കടിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവന്റെ കയ്യിലൊക്കെ പിടിച്ചോണ്ടിരിക്കണം. അമ്മ അവിടെ ഇരിക്കുമ്പോൾ കയ്യെ പിടിച്ചോണ്ടിരിക്കുന്നു. 72 വയസ്സുള്ള അമ്മ മോന്റെ കയ്യെ പിടിച്ചോണ്ടിരിക്കും. എന്നോട് പറയാ, പാസ്റ്റേ ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ 8 മണിക്കൂർ 10 മണിക്കൂർ ഉറങ്ങിക്കോളും, പക്ഷെ കൊടുക്കാൻ മനസാക്ഷിയില്ല. എങ്ങനെ കൊടുക്കും? മോനല്ലേ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ പറഞ്ഞു, ഈ കാലം തിരിയും. സത്യത്തിൽ ഇത് പറയുമ്പോ എനിക്ക് പോലും വിശ്വാസമില്ല, എവിടുന്ന് ഒരു വഴിയില്ല. പക്ഷെ നിങ്ങൾക്കറിയോ, ആ വീടിന് 6 വീട് അപ്പുറത്ത് സ്തോത്രം ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. സ്തോത്രം, അവർക്ക് 40 വയസ്സുണ്ട്. 30ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. 36ാമത്തെ വയസ്സിൽ ഭർത്താവ് മരിച്ചു. ലോർഡ് സ്തോത്രം. ആ വീട്ടിലെ അമ്മ ഒന്ന് ചോദിച്ചു, മക്കളെ പൊന്നുമോളെ നോക്കാം, ഈ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാവോ? അവര് കൈയും 2 കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു. നിങ്ങൾക്കറിയോ, കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ മാനസിക ബുദ്ധിമുട്ട് ഇപ്പോൾ അമ്മ 10-1 കുറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, എങ്ങനെയാണെന്ന് ചോദിച്ചു. ഇന്നലെ തന്നെ പോയി പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നു. നിങ്ങൾ നോക്ക്, ഞാനൊരു കാര്യം നിന്നോട് പറയാം, ഏതു കാലത്തെ തിരിക്കാൻ നിങ്ങൾ വിചാരിച്ചാത്ത പരിഹാരം. ഞാൻ വീണ്ടും പറയാ, ഈ പ്രാർത്ഥന ഒരു പരിഹാരത്തിന്റെ പ്രാർത്ഥനയാണ്. ഞാൻ അവിടെ ഇവിടെ കിടക്കുന്ന അനുഭവങ്ങൾ പൊക്കിക്കൊണ്ട് വരുമ്പോൾ നിനക്ക് ലഭിക്കുന്ന വിടുതൽ ശ്രേഷ്ഠകരമാണ്. ഈ 7 മണിക്കൂർ പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, നിന്റെ കഷ്ടകാലം ദൈവം മാറ്റട്ടെ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇതൊന്നും അനിപ്പാസ്റ്റർ മാറ്റുമെന്ന് ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ഞാൻ പ്രസംഗിച്ചത്, ഞാൻ ശുശ്രൂഷിക്കുന്ന, ഞാൻ സേവിക്കുന്ന ദൈവം ഇത് മാറ്റുമെന്ന. എന്റെ കയ്യിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട. ആര് മാറ്റും? അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, ദൈവം മാറ്റുമെന്ന് പറ. ഇനി ദൈവമക്കളോടൊരു ദൂതുണ്ട്. ഇവിടെ ബൈബിള് വായിക്കുക, വല്ലാത്ത വലയിൽ അകപ്പെട്ട മത്സ്യത്തെ പോലെ, വല്ലാത്ത കെണിയിൽ അകപ്പെട്ട പക്ഷിയെ പോലെ എന്ത് ചെയ്തിരിക്കുക? നീ കുടുങ്ങിക്കിടക്കുക. ഇനി ദൈവമക്കളോടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വാക്യം പൗലോസ് ഗലാത്യ സഭയോട് പറയാം, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിലെന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. അടിമ നുകത്തിൽ പിന്നെയും അവ വിടുവിക്കപ്പെട്ടവരോട് ദൂതി ഞാൻ പറയാം, വിശുദ്ധിയിൽ നിന്നോണം, വേർപാടിൽ നിന്നോണം, പ്രാർത്ഥന നിന്നോണം. നിന്നെ കൊടുക്കുന്ന സ്പിരിറ്റ് കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. എന്നോട് ദൈവാത്മാ പറയാ, നിന്നെ കുടുക്കിയ വിഷയത്തിനകത്ത് ഇന്ന് ആ കുടുക്ക് പൊട്ടിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഓ ഹല്ലേലൂയ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞങ്ങളൊക്കെ ചിലപ്പോൾ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്ന ചില പിള്ളേരൊക്കെ തിരുവനന്തപുരത്തൂടെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോഴേ സിഗരറ്റ് വലിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന് വീഴും. ഇപ്പൊ ഒരാൾ പറയാ, എന്റെ കാര്യം, നിന്റെ കാര്യം തന്നെയാ, എനിക്കും അവനും അറിയത്തുള്ളൂ, പിന്നെ യേശുവിനും അറിയാം. ഞാൻ പിന്നെ അന്നേരം വണ്ടി ഓൺ അടിക്കാതെ അങ്ങ് പോകും. പഴങ്ങൊന്നും ചെയ്യരുത്. ദൈവം നിന്നെ സ്വതന്ത്രനാക്കിയതാ. നീയായിട്ട് പിന്നെ വേറെ നുഖത്തിന്റെ കീഴെ പോയി കുടുങ്ങി. അരുത്, അരുത്. നിനക്ക് തന്ന സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കണം. ഒരാമയും പറഞ്ഞാട്ടെ. പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോ പത്രോസ് എഴുതിയേക്കുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ദൂതിലോട്ട് കയറുന്നതിന് മുമ്പ് 2 പത്രോസിന്റെ ലേഖനം, അല്ലെ കർത്തൃദാസി വായിക്കും. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ നിങ്ങളെ വിട്ടതിലോട്ട് വീണ്ടും കൊടുക്കാൻ നോക്കും. ഒരാമയും പറഞ്ഞാട്ടെ. വിട്ടതിലോട്ട് വീണ്ടും നിന്നെ കൊടുക്കാൻ നോക്കും. അതുകൊണ്ട് ചെല്ലു പറഞ്ഞത്, ഞങ്ങൾ അങ്ങ് തിരിച്ചു പോവുക കേട്ടോ. അതിന്റെ കാര്യം എന്നാ? നിന്നെ എന്തോ ഒരു സാധനം വലിക്കുക.
പക്ഷെ ബൈബിള് വാക്യം കേട്ട, ഇന്നു കണ്ട മിസ്രൈമ്യരെ ഇനി നീ കാണത്തില്ല. കാരണം ഇനിയും നിന്റെ നോട്ടം അവിടെ വേണ്ട. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന ശക്തിയോടെ മുമ്പോട്ട് പോകുമ്പോ നിങ്ങൾക്കറിയാമോ, ആ അടിമയുടെ ആ ഒരു സ്പിരിറ്റ് പൊട്ടിയപ്പോ തന്നെ ഈ ഹോളിനകത്ത് അതിഭയങ്കര വെളിച്ച എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ആൾക്കാരുടെ മേലിൽ നിന്ന് വിടുതൽ വന്നിട്ടുണ്ട്. ആ വിടുതലിന്റെ വാർത്ത നീ കേൾക്കാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ചില കുടുക്കുകളൊക്കെ പൊട്ടാൻ പോവുക. അത് ആത്മാവില്ല ഒന്ന് കണ്ടോണ്ട് ദൈവത്തിനോട് സ്തോത്രം ചെയ്താട്ട്. ഓ ഹല്ലേലൂയ. ഈ ഒരിക്കല് സ്തോത്രം, ബൈബിളിൽ ഒരു വാക്യം കിടപ്പുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവചനത്തിലെ വാക്യം, പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് വരുത്തണേ. പണ്ടത്തെ പോലെ ഒരു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? പണ്ട് ധനം ഉണ്ടാകുന്നതല്ല. അവര് പറയുന്ന പണ്ടത്തെ പോലെ നല്ല കാലം എന്ന് സ്തോത്രം. യിരെമ്യാവ് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? സ്തോത്രം, സോറി, വിലാപങ്ങളുടെ പുസ്തകത്തിനകത്ത് പണ്ടത്തെ പോലൊരു നല്ല കാലം തരണമെന്ന് പറയാൻ കാര്യം എന്നറിയോ? പണ്ട് നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് ഇനിയും തരണേന്ന. പണ്ട് നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയാ, പണം പോയാൽ തിരിച്ചു പിടിക്കാം, വീട് പോയാൽ തിരിച്ചു പിടിക്കാം, കാറ് പോയാൽ തിരിച്ചു പിടിക്കാം, പക്ഷെ ദൈവ സാന്നിധ്യം പോയാൽ തിരിച്ചു പിടിക്കാൻ വലിയ പാടാ. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട തിരിച്ചു പിടിക്കാൻ വലിയ പാടാ. ഞാൻ സഭയോട് തുറന്നു പറയാം, ഒരിക്കലും നിന്റെ അകത്തെ ആത്മനിറവ് നഷ്ടപ്പെടരുത്. ഞാൻ ഒരു വെളിപ്പാട് പറയാം. എണ്ണപ്പെട്ട ചില ആഴ്ചകൾക്കകം ചില തലമുറയ്ക്ക് വിടുതലായി എന്ന് ഇവിടെ വന്ന് സാക്ഷി പറയും. അതുപോലെ നടക്കാൻ പോവാ. റമ എന്തോത്തെ തൊട്ടാലും കുരുങ്ങുന്ന ചിലര്, അവർക്ക് വേണ്ടി ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാനുള്ള നിയോഗം. എന്നത്തെ തൊട്ടാലും കുറെ നാളായിട്ട് ഞാൻ കുരുങ്ങുക, അങ്ങനെ പറയുന്നവരൊന്ന് കൈവൊക്കി പിടിച്ച്. എന്നത്തെ തൊട്ടാലും കുറെ നാളായിട്ട് ഞാൻ കുരുങ്ങുക. അങ്ങനെ ഒന്ന് എഴുന്നേറ്റൊന്ന് നിന്ന് ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. എന്നോട് ദൈവം പറഞ്ഞു, 10-12 സെക്ഷൻ പ്രാർത്ഥന വരും ഇതിനകത്ത്. ഞാൻ എന്തോത്തെ തൊട്ടാലും അങ്ങ് കുരുങ്ങുക. ഇന്നത് അഴിയണം. നീ എന്തോത്തെ തൊട്ടാലും, ബൈബിളിൽ ഒരു വാക്യം നിങ്ങൾക്കറിയാമോ? ആവർത്തന പുസ്തകം 27 വാക്യം, നീ കൈ തൊടുന്ന സകലത്തിലും യഹോവ അനുഗ്രഹം കൽപ്പിക്കും. ഒന്ന് പറഞ്ഞേ, ഞാൻ കൈ തൊടുന്ന സകലത്തിനും. എനിക്കൊന്ന് 28:6 തോന്നുന്നു. ആവർത്തന പുസ്തകം 28:6 തോന്നുന്നേ. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം കൂടെ ഒന്ന് വായിച്ചു കേൾപ്പിക്കും. നിങ്ങളിപ്പം എഴുന്നേറ്റ് നിൽക്കുന്നവര് ഈ വചനത്തിന് ഒരു ആമയും പറയണം. എന്നോട് ദൈവാത്മാവരെ, ഈ പ്രാർത്ഥന നടക്കുമ്പോൾ നിന്റെ ലൈഫിൽ വരേണ്ട ചില നന്മ കുരുങ്ങി കിടക്കുക. ആ കുരുക്കുന്ന് പൊട്ടുമ്പോ നിനക്ക് വിടുതലാ. ഒന്ന് വായിച്ചു കേൾപ്പിച്ചാട്ട്. ഹല്ലേലൂയ. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും. ആവർത്തന പുസ്തകം 28:8 വാക്യം. നീ തൊടുന്ന എല്ലാറ്റിലും, നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം യഹോവ അനുഗ്രഹം കൽപ്പിക്കും. നീ തൊട്ടതെല്ലാം കുരുങ്ങിയെങ്കിൽ, നീ സ്വരുക്കൂട്ടി വെച്ച മുഴുവൻ നന്മയും ഇല്ലായ്മപ്പെട്ടു പോയെങ്കിൽ, ആത്മാവ് പ്രവചിക്കുക. ആവർത്തനം 28:8 നിന്റെ മേൽ വരട്ടെ. നീ കൈ തൊടുന്ന ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നേ. നിനക്കൊരു യാത്രയ്ക്ക് സമയമായി, ഒരുക്കത്തിന് സമയമായി, ഒരു മുന്നേറ്റത്തിന് സമയമായി. അത് ആത്മാവിൽ കണ്ടോണ്ട് സ്തോത്രം ചെയ്തേ. നിങ്ങളെ എഴുന്നേപ്പിച്ച് നിർത്തി പ്രാർത്ഥിപ്പിക്കുന്ന എന്തിനാ? ഇന്ന് നിനക്കത് വിടുതലാ. എനിക്ക് കാണാം, കാട്ടുവള്ളി കെട്ട് പിണഞ്ഞു കിടക്കുന്നത് പോലെ, കുരിഞ്ഞു മറിഞ്ഞ വള്ളിപ്പടർപ്പ് പോലെ, വളർന്നു വരുന്ന വൃക്ഷത്തെ ചുറ്റി പറയുന്ന കരിമുള്ള് പോലെ നിന്റെ കുടുംബത്തെ കെട്ടി വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്ന ആ ദുഷ്കാലത്തിന്റെ കുരുക്ക് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അല്പനേരം കൃപ കൃപ കൃപ. എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവമക്കൾ ആത്മാവിലൊന്ന് പോരാടി പ്രാർത്ഥിച്ചേ. ഇന്ന് പകൽ കാൽവറി ഇവിടെ ഉയരുകയാ. നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി മുൾമുടി ചൂടിയ ഒരുവനുണ്ട്. നിനക്ക് വേണ്ടി കാൽവറി കുന്നിൽ മുൾമുടി ചൂടിയ ഒരുവനുണ്ട്. നീ ഇന്ന് പകൽ കുരുങ്ങി കിടക്കുമ്പോൾ നിനക്ക് വേണ്ടി ശാപത്തിന്റെ മുള്ളു വഹിച്ച എവിടോ ദൈവ സാന്നിധ്യം വ്യാപരിക്കുക, എവിടൊക്കെയോ ദൈവകൃപ വ്യാപരിക്കുക. യെസ്, ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ
പായേ കാണുന്നെന്തപ്പായേ ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെന്തപ്പായേ കാണുന്നെന്തപ്പായേ കൈലാണി പഴുതും കാട്ടി അവൻ മേഘാരൂഢനായി മാറി കൈലാണി പഴുതും കാട്ടി അവൻ മേഘാരൂഢനായി മാറി ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെന്തപ്പായേ കാണുന്നെന്തപ്പായേ ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെന്തപ്പായേ കാണുന്നെന്തപ്പായേ കാണുന്നെന്തപ്പായേ. ഒരു പ്രാർത്ഥന. സ്വർഗത്തിലും ഭൂമിക്കും അധികാരമുള്ള ദൈവമേ, എന്തിൽ തൊട്ടാലും കുരുങ്ങുന്ന അനുഭവത്തിൽ ഇന്നിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നവർ, ലൈവിലൂടെ കാണുന്നവർ, അവരുടെ ലൈഫിൽ വീണ കുരുക്ക് ഇന്നു പകൽ അഴിച്ചുമാറ്റി ആവർത്തനം 28:8 ഇവർ കൈതൊടുന്ന സകലത്തിലും ദൈവത്തിന്റെ വാക്കുകൾ അനുഗ്രഹം കൽപ്പിക്കട്ടെ. അവരെ കുരുക്കിയ സകല കുരുക്കുകളും ഇന്നത്തെ പ്രാർത്ഥനയിൽ അഴിയട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദയവായി ഇരിപ്പിടത്തിൽ ഇരുന്നാണ്. വിടുതലായി എന്നും വിടുതൽ നടന്നെന്നും ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നിനക്ക് അനുഭവം ഉണ്ടാവും. എന്തുണ്ടാകും? നിന്റെ കുരുക്കഴിഞ്ഞു എന്നും നീ കൈ തൊടുന്നിടത്ത് ദൈവം അനുഗ്രഹം, അനുപ്പാസമല്ല, ദൈവം കൽപ്പിക്കും. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, നീ കൈ തൊടുന്നിടത്ത് ദൈവം അനുഗ്രഹം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ ചില വാക്യമൊക്കെ പറയാൻ കൊള്ളാം. നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ഒരാമയും പറഞ്ഞാട്ട് അമ്മ അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ചെന്ന് പറ, അമ്മ നീ കൈ തൊടുന്ന സകലത്തിനും ദൈവം അനുഗ്രഹം കൽപ്പിക്കും. വീടുകളിലിരുന്ന് കാണുന്നവർ, കാറിലിരുന്ന് കാണുന്നവർ, അമ്മ ഓഫീസിൽ ഇരിക്കുന്നവർ, അടുത്തിരിക്കുന്ന ആളെ നോക്കിയൊന്ന് പറ, നീ കൈ തൊടുന്ന ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവ്. എനിക്കെന്തോ ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ഇന്ന് പ്രസംഗിക്കുന്ന എനിക്കൂടെ വിടുതലാ, നമുക്കൂടെ വിടുതലാ. ഇന്ന് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന, നിന്റെ കഷ്ടകാലം മാറ്റിയിട്ട് യേശുവിന്റെ നാമത്തിൽ നിനക്ക് നല്ല കാലം. ഹല്ലേലൂയ. നമ്മള് ദൂതിലോട്ട് കയറാൻ പോവാ. കർത്താവിന്റെ സ്തോത്രം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ വായിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കണം. യിരെമ്യാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം കൂടെ നമ്മളൊന്ന് വായിക്കും. യിരെമ്യാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവേ, ഞങ്ങൾ മടങ്ങി വേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. യിരെമ്യാ 5:21. ഹല്ലേലൂയ. ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ, വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഹല്ലേലൂയ, ജീസസ്. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണം, ഒരു നല്ല കാലം വരുത്തണേ. ഞാൻ ചിലരോട് പറയാം, എന്നെങ്കിലും ഒരിക്കൽ ഒരാത്മിക സമൃദ്ധിയിൽ നിന്നിട്ടുള്ളവരുണ്ട് എന്ന് കൈ വെക്കുക. എന്നെങ്കിലും ഒരിക്കൽ ഒരു ആത്മിക സമൃദ്ധിയിൽ നിന്നിട്ടുള്ളവരുണ്ട് എന്ന് കൈ ഉയർത്തിക്കേ എന്ന് പറഞ്ഞാൽ ആമീൻ, ധാരാളം പേരുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഇനി ആ കാലത്തിലേക്ക് വരാൻ? ഓ ഹല്ലേലൂയ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയും, ഇന്ന് കെട്ടുപൊട്ടിയാൽ ഇവിടെ പ്രവാചകർ എഴുന്നേക്കും. നിന്റെ വീട് സ്വപ്നത്തിന്റെ വീടായി മാറും. അപ്പൊ ഇതിനകത്ത് കൃപാവരത്തിന്റെ യേശുവിന്റെ നാമത്തില്. നിങ്ങൾക്കറിയോ, ഞാൻ ഇനി അത് പ്രസംഗിച്ച വേറെ വഴിക്കൂടെ പോകും. എല്ലാം നഷ്ടപ്പെട്ട യോബ്. നമുക്ക് ഈ നഷ്ടം വരുമ്പോ ഒരു പ്രശ്നം എന്താ അറിയാം, നമ്മള് മനസ്സങ്ങ് തളരും. എങ്ങാണ്ടൊരു ചെറിയ നഷ്ടം വന്നതിനാ ഇപ്പൊ മോഹമൊക്കെ വീർപ്പിച്ചിരിക്കുന്നു. എല്ലാം യോബിനെ നഷ്ടപ്പെട്ടു. അന്നേരം യോബ് പറയുന്ന ഒരു ഭാഗം, യോബിന്റെ അയ്യോ, പണ്ടത്തെ മാസങ്ങളെ പോലെ, ദൈവം എന്നെ കാത്ത നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു.
കണ്ടോ, അതൊരാളുടെ ആഗ്രഹമാണ്. ഏത് ഗതികേടി കിടക്കുമ്പോൾ ഒരു നല്ല കാലത്തിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. നിങ്ങൾക്കറിയാം, വേദപുസ്തകത്തിൽ ഏറ്റവും വലിയ ധനികനായിട്ട് ഏറ്റവും വലിയ ശൂന്യതയെ പോയ മനുഷ്യൻ യോബ. പക്ഷെ 2 ഇരട്ടി തിരിച്ചു പിടിച്ച് കയറി വന്നവന് യോബ. ഒരാമയും പറയണം. ഞാനൊരു വെളിപ്പാട് നിന്നോട് പറയാം. ഇപ്പോൾ നീ അകപ്പെട്ട ഈ കഷ്ടകാലത്തിൽ നിന്ന് നീ കയറാൻ പോവാ. ഈ ഗതികേടിൽ നിന്ന് കയറാൻ പോവാ. നിന്നെ ദൈവം കരകയറ്റിയിരിക്കും. നഷ്ടപ്പെട്ടത് ഇരട്ടിയായി. വിശ്വാസം കൊണ്ട് ഏറ്റെടുത്തോ. നഷ്ടപ്പെട്ടത്, കൈവിട്ട് പോയത്, ഞാനിപ്പോഴൊന്നും പ്രസംഗം നിർത്തത്തില്ല, ഞാനിപ്പോഴൊന്നും ദൂർത്തത്തില്ല. എനിക്ക് ദൈവാത്മാവ് പ്രേരണ തരുന്നതിന് വരെ ദൂത് കൊണ്ടുപോകും. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ജീസസ് നിനക്ക് ഇനി ഒരു അഭിവൃദ്ധി ഉണ്ട്. വിശ്വാസം ഉണ്ടോ നിനക്ക്? അടുത്തിരിക്കുന്ന ആളെ തൊട്ടു, ഇനിയും നിനക്കൊരു അഭിവൃദ്ധി ഉണ്ടെന്ന് പറ. സ്തോത്രം. യിരെമ്യാ പ്രവചനം 33:7 വീട്ടിൽ ചെന്ന് വായിക്കണം. വാക്യം ഇതാ: പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. പണ്ടത്തെ പോലെ. മുമ്പേ പറഞ്ഞു പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വേണമെന്ന്. പക്ഷെ ഇപ്പൊ പറയാ പണ്ടത്തെ പോലെ എന്തോ വേണം? ഒരു അഭിവൃദ്ധി. ആ വാക്യം കിട്ടിയോ? ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവചനം 33:7 വാക്യത്തിന്റെ ഒടുവ പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. ഒരാമീൻ പറഞ്ഞാട്ട്. പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. അടുത്തിരിക്കുന്ന ആളെ നോക്കി പ്രവചിക്ക്, പണ്ടത്തെ പോലെ നിനക്ക് അഭിവൃദ്ധി വരുത്താൻ പോവാന്ന് പറ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ 31:4 നമ്മൾ പഠിക്കുമ്പം, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. ഓ എന്നാ വാക്യോ. യേശു പറയാ, ഞാൻ നിനക്ക് വീണ്ടും എന്തോ ചെയ്യും. നിന്നെ നോക്കി ചിലരിപ്പോ ചിരിക്കുന്നുണ്ട്. നിന്റെ വീടിന്റെ അധംപതനം കണ്ട്, നിന്റെ വീടിന്റെ യാക്കോബിന്റെ വീടിനെ നോക്കി ചിലര് ചിരിക്കുക. ഈ വല്യപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എന്തുവായെന്ന്. ഒരു മോനുണ്ടായിരുന്നു, പൊന്നാമനപുത്രൻ ജോസഫ് എന്നാ പേര്. ജീസസ്. അവൻ എവിടെ പോയെന്ന് ഒരു പിടിയില്ല. ഇപ്പൊ ഓരോരോ പിള്ളേരെ കാണാനില്ല. ഈ വല്യപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എന്തായി? പക്ഷെ ഒരു ദിവസം നാടിനെ നടുക്കിയ ഒരു സംഭവം. കൊട്ടാരത്തിലെ തേര് വല്യപ്പന്റെ വീട് തപ്പി വരിക. ഞാൻ നിന്നോടൊരു ദൂത് പറയാം, നിനക്ക് അഭിവൃദ്ധി വരുത്തുകയും. ഓ ഹല്ലേലൂയ. ഇനി നിങ്ങൾ ആമീൻ പറയാമെങ്കിൽ അടുത്ത ദൂത് ഞാൻ പറയാം. ആമീൻ പറഞ്ഞാലേ അടുത്ത പറയാൻ പറ്റത്തില്ല, അല്ല അടുത്ത വിഷയത്തിലോട്ട് പോവാ. ഹല്ലേലൂയ. ആമീൻ. പ്രവാചകൻ പ്രവചിക്കാം, ഞാൻ നിങ്ങൾക്ക് അഭിവൃദ്ധി വരുത്തുകയും നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. ഒന്ന് നെഞ്ചത്ത് കൈ വെച്ചാൽ ഞാൻ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന് പറ. നിന്നെ പ്രാഗിയ ചില പ്രാഗ്യന്ന് ക്യാൻസൽ ആവുക. നീ അഭിവൃദ്ധി ഓ യേശുവേ. ഓ ആരെല്ലാം നിന്നെ ഇല്ലായ്മപ്പെടുത്തിയാലും നീ അഭിവൃദ്ധി. സ്തോത്രം, സ്തോത്രം. ഇത്രയും വായിച്ചപ്പോൾ എന്റെ കൊതി കൊണ്ട് ഒരു വാക്യം വായിക്കണമെന്ന് എന്റെ മനസ്സിൽ. ഹല്ലേലൂയ. ഈ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പം പൗലോസ് തിമോത്തിയോസിനോട് പറയാം, നിന്റെ അഭിവൃദ്ധി ദേശത്തെല്ലാം പ്രസിദ്ധമാകണമെന്ന്. നിന്റെ അഭിവൃദ്ധി, ഞാൻ പറഞ്ഞില്ലേ ആമീൻ പറഞ്ഞാലേ അടുത്ത ദൂത്, നിന്റെ അഭിവൃദ്ധി ദേശത്തെല്ലാം. ഓ ഒരു വിശ്വാസം കാണുമെന്ന് ഏറ്റെടുത്തേ. നിന്നെ പുച്ഛിച്ച് തള്ളിയില്ലേ, വെടക്കം നെണ്ണിയില്ലേ, കൊള്ളത്തില്ലെന്ന് പറഞ്ഞില്ലേ, കറിവിലെ കറിവീപ്പിലെ പോലെ ചവച്ചു തൊഴുന്നത് കരിമ്പ് ചട്ടി പോലെ വെളിയിൽ എറിഞ്ഞവരുടെ മുമ്പില് നിന്റെ അഭിവൃദ്ധി. എനിക്കിങ്ങനെ വചനം വന്നുകൊണ്ടേ ഇരിക്കുകയാ യേശുവിന്റെ നാമത്തില്. വിശ്വാസം ഉണ്ടോ? നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കണേ. തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധേയമായ വാക്യമാണ്. തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം ദൈവത്തിൽ 15-ാമത്തെ വാക്യം ആദ്യം വായിക്കണം. ഹല്ലേലൂയ. നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക. നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി എല്ലാവർക്കും പ്രസിദ്ധമാകണം എന്ന് പറഞ്ഞാൽ നീ ഒതുക്കി വെക്കണ്ട. നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം പ്രസിദ്ധനാക്കാൻ പോവുക. പ്രസിദ്ധ യേശുവിന്റെ നാമത്തില്. അതിന് നീ എന്തോ ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ 13-ാമത്തെ വാക്യം, ഞാൻ വരുവോളം വായന. എന്നെ വായിക്കണം. നോവൽ വായിക്കുന്ന കാര്യം അല്ല, കഥപുസ്തകം വായിക്കുന്ന കാര്യം അല്ല. എന്തോ ബൈബിളും ഞാൻ വരുവോളം വായന, പ്രബോധനം. അടുത്തിരിക്കുന്ന ആളോട് ഇന്ന് ബൈബിൾ വായിച്ചായിരുന്നോന്ന് ചോദിച്ചേ. ഇപ്പൊ ചോദിക്കാൻ പറ്റുന്ന കാര്യം, ഇന്ന് പല വാക്യം വായിച്ചല്ലോ.
ഏതെങ്കിലും ഒന്ന് വായിച്ചു കാണുമല്ലോ. ആ പോട്ടെ, ഇന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ ഞാൻ വരുവോളം വായന, പ്രബോധനം, ആ, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കാം. 3 കാര്യത്തിൽ ശ്രദ്ധിച്ചോണം. 1 വായന, പ്രബോധനം, 2 പ്രബോധനം, ഉപദേശം, 3 ഉപദേശം എന്നിവയിൽ ഈ 3 കാര്യത്തിൽ നീ എന്തോ ചെയ്യണം? ശ്രദ്ധിച്ചിരുന്നോണം. മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായ നിന്നിലുള്ള കൃപാവര ഉപേക്ഷയായി വിചാരിക്കരുത്. നിന്റെ അഭിവൃദ്ധി നിങ്ങൾ ശ്രദ്ധിക്കണം. നീ ഉപേക്ഷയായി വിചാരിക്കരുത്. എന്ത്? നിന്നിലുള്ള കൃപാവരം. വിലയുള്ളത് നിനക്കല്ല, നീ ഇട്ട ഉടുപ്പിനല്ല, നീ വന്ന വണ്ടിക്കല്ല, നിനക്ക് തന്ന കൃപാവരം. മനസ്സിലായോ? ഓ ഹല്ലേലൂയ. ഈ സഭ വില കൊടുക്കുന്നത് പണത്തിനല്ല, കഴിവിനല്ല, കൃപാവരത്തിനാ. ഇന്ന് പകൽ ഞാൻ ആഗ്രഹിക്കുക, ഇവിടെ ഉള്ളവരെല്ലാം പ്രവാചകരാകട്ടെ. ഇവിടെ ഉള്ളവരെല്ലാം പൗലോസ് വേറൊരു ഭാഗത്തോടെ എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കണം. സ്തോത്രം. കൃപാവരങ്ങൾ അങ്ങോട്ട് ജ്വലിപ്പിച്ചാൽ എന്തോ ഭയങ്കര അനുഗ്രഹമാണ്. ഞാൻ ഇച്ചിരി കയറിയൊന്ന് ആ ദൂതിലോട്ടൊന്ന് വരട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഒരു ദൈവവിധൻ ശ്രദ്ധിക്കേണ്ട 3 ഭാഗങ്ങളാണ്. 1 വായന, 2 പ്രബോധനം, 3 ഉപദേശം. ചിലര് വായിക്കും, ഉപദേശത്തിൽ ഇരിക്കത്തില്ല. ചിലർക്ക് ഉപദേശം കൊണ്ട് വായനയില്ല. ഭയങ്കര ഉപദേശം, നാട്ടുകാരെ മൊത്തം ഉപദേശിക്കും. പക്ഷെ പുള്ളി ആയുസ് ബൈബിൾ വായിക്കത്തില്ല. ഗൂഗിള് പറഞ്ഞു, മറ്റവര് പറഞ്ഞു നടക്കുമല്ല, നമ്മളാരും മിണ്ടുന്നില്ല. ചിലര് പറയും, പാസ്റ്റർ ഞങ്ങളുടെ ചർച്ച എന്ന് പറയും എന്നോ യോഗം എന്നൊരു ആരാധന എന്ന് പറഞ്ഞ എന്താ ബ്രദറെ, ഞങ്ങളുടെ സഭയ്ക്ക് ആരാധനയാ പ്രാധാന്യം. ചിലര് പറയും ഞങ്ങളുടെ സഭ ആരാധന ഒന്നുമില്ല, എന്നോ വിശ്വാസം. എന്റെ ബ്രദറെ, ഞങ്ങളുടെ സഭയിലെ വിശ്വാസം അവിശ്വാസം. വേറെ ചിലർ പറയും ഞങ്ങളുടെ സഭയെ ആരാധന അന്യഭാഷ ഒന്നുമില്ല, എന്നാ വചന. കേട്ടാ ഉറങ്ങിപ്പോയിരുന്നു, എത്ര നല്ല വചന. വേറെ ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെയും ദുരുപദേശവും അങ്ങനൊന്നും, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിശുദ്ധരാ, വൈറ്റ് ആൻഡ് വൈറ്റിട്ട് ഞങ്ങൾ ആരോടും മിണ്ടത്തില്ല, കാരണം ഞങ്ങൾ വിശുദ്ധരാ. എന്റെ പൊന്നുമോനെ, ഇതൊന്നും സഭയല്ല, ഇതെല്ലാം കൂടെ ചേരുന്നതാ സഭ. നിങ്ങളാരും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? വചനം വേണം, ആരാധന വേണം, വിശ്വാസം വേണം, വിശുദ്ധി വേണം, ഇതെല്ലാം കൂടെ ചേരുന്നതാ സഭ. ഇന്ന് വിട്ടിരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ വചനം മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ അഭിവൃദ്ധി സകല മനുഷ്യരും അറിയണം. ഒരു ആമീൻ പറഞ്ഞാട്ട്. ഞാൻ വരുവോളം നീ എന്തോ ചെയ്യണം? ഞാൻ വരുവോളം വായന, പ്രബോധനം, ഞാൻ വരുവോളം രാത്രിയും പകലും എല്ലാം നീ പൈസ ഉണ്ടാക്കിക്കോണം. പൈസ എല്ലാം ബാങ്കിൽ ഇട്ടോണം. ദശാംശം കൊടുക്കരുത്, സ്വത്രാഴ്ച കൊടുക്കരുത്, വീട്ടിൽ ചെലവെക്കരുത്. ഈ എല്ലാം ഇങ്ങനെ ബാങ്കിൽ ഇട്ടോണ്ട് നോക്കിയിരുന്നോണം. ഞാൻ വരുവെന്നല്ല, ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. മൂപ്പന്മാരുടെ കൈവപ്പോടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ച നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക. ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. നിന്നെ തന്നെയും ഉപദേശിച്ച് സൂക്ഷിച്ചുകൊള്ളുക. ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കും. സ്തോത്രം. ഇനി ഒന്നാമത്തെ നമ്മൾ വായിക്കണമെന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വന്നില്ല. ഒന്നാമത്തെ ആ ഭാഗം എഴുതിയേക്കുന്നേ, നിന്റെ കഷ്ടകാലം മാറി നിനക്കൊരു നല്ല കാലം വരാൻ പോവാ. രണ്ടാമത്തെ ദൂത പറയുന്നത് നിനക്കൊരു ശുഭഭാവി വരാൻ പോകുന്നു. അതാ വായിച്ചത് യെരമ്യാ പ്രവചനം. എന്ത് ചെയ്യുക? 29 അധ്യായം 11 വാക്യം. നിനക്ക് എന്തോട്ടാകാൻ പോവുക? ഒരു ശുഭഭാവി. അടുത്തിരിക്കുന്ന ആളെ നോക്കി ഒന്ന് കൈ കൊടുത്തേച്ച് വിശ്വാസം പറ. നിനക്കൊരു ശുഭഭാവി ഉണ്ടാകാൻ പോവാ. നിനക്കൊരു ശുഭഭാവി. ആരാധിക്കുന്ന ചിലരോട് പറയാം, നിനക്ക് കട്ടിയ സ്വപ്നം, ദർശനം, വെളിപ്പാടെല്ലാം ശുഭഭാവിയിൽ എത്തിക്കുന്നതാണ്.